നമസ്കാരം. ഡോളർ സിറ്റി എന്നറിയപ്പെടുന്ന തിരുപ്പൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തസുന്ദരമായൊരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നതും ഭഗവാന് നിവേദിക്കുന്ന പാൽ തനിയെ പൊങ്ങി വഴിയുന്ന അതിശയം നടക്കുന്നതായി അവകാശപ്പെടുന്നതുമായ ഒരു മുരുകൻ കോവിലിനെ പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு കന്ദസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുപ്പൂർ ജില്ലയിൽ ചിക്കന്ന കോളേജിന് പിൻവശത്തായി കൊങ്കണഗിരി എന്ന കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീമുരുകൻ, കന്ദസുബ്രഹ്മണ്യ സ്വാമി, തപസ് കുമാരസ്വാമി എന്നീ നാമങ്ങളിൽ വള്ളിദേവിയാനി സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. പ്രത്യേകിച്ചും വിവാഹ തടസ്സങ്ങൾ മാറാനും സന്താന ഭാഗ്യത്തിനും പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. തീവ്ര ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ അപ്പർ സ്വാമികളുടെ പതികത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുള്ളതിനാൽ ഇതൊരു ദേവാര വൈപ്പ് സ്ഥലമായും അറിയപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 18 സിദ്ധന്മാരിൽ ഒരാളായ കൊങ്കണർ സിദ്ധർ ശ്രീമുരുകനെ തപസ് ചെയ്ത സ്ഥലമാണിതെന്നും അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും ഐതിഹ്യമുണ്ട്. കൊങ്കണർ സിദ്ധരെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ് നിബിഡ വനമായിരുന്നു ഈ പ്രദേശം. മലയുടെ അവശിഷ്ടങ്ങൾ ഗിരിവലപാതയിലൂടെ നടക്കുമ്പോൾ ഭക്തർക്ക് ഇന്നും കാണാം. കാലക്രമേണ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ ഭക്തന്മാരുടെ സഹകരണത്താൽ പുനർനിർമ്മാണം ചെയ്തിരിക്കുന്നു. ഈ ചെറിയ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂലവർക്ക് മുന്നിൽ നിവേദിക്കുന്ന പാൽ ചൂടാക്കാതെ തന്നെ തനിയെ പൊങ്ങി വഴിഞ്ഞൊഴുകുന്ന അതിശയം നടക്കുന്നു എന്നതാണ്. അതിനാൽ ഈ കോവിൽ പൊങ്കു തിരുസ്ഥലം എന്നറിയപ്പെടുന്നു. അരുണഗിരിനാഥർ ഇവിടത്തെ മൂലവരെക്കുറിച്ച് തിരുപ്പുകൾ പാടിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തുള്ള സ്ഥലവൃക്ഷത്തിന് കീഴെയുള്ള സ്വയംഭൂ മുരുകനെ സിദ്ധന്മാർ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. 1500 വർഷത്തോളം പഴക്കമുള്ളതും ഏകദേശം 5.25 ഏക്കർ വിസ്തൃതിയുമുള്ള കിഴക്ക് ദർശനമായ 4 നില രാജഗോപുരത്തോടെയുള്ള കൊങ്കണഗിരി മുരുകൻ കോവിലിലേക്ക് പ്രവേശിച്ചാൽ കൊടിമരം, ദീപസ്തംഭം, മയിൽവാഹനം. വലതുവശത്ത് ഈശാന്യമൂലയിൽ നവഗ്രഹങ്ങൾ ഭാര്യമാരോടും വാഹനങ്ങളോടുമൊപ്പം അരുൾ പാലിക്കുന്നത് അപൂർവമായ കാഴ്ചയാണ്. വളരെ വൃത്തിയോടെ കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശെൽവഗണപതി, കന്നിമൂല ഗണപതി എന്നിങ്ങനെ 3 ഗണപതിമാരും വായുമൂലയിൽ വെങ്കടേശ പെരുമാൾ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിൻ്റെതായി കന്ദവനവും 500 മീറ്റർ നീളത്തിലും 30 അടി അകലത്തിലുമായി ഗിരിവലപാതയുമുണ്ട്. ഭക്തർക്ക് എന്നേരവും ഗിരിവലം ചെയ്യാം. ഗിരിവലം ചെയ്യാൻ 10 മിനിറ്റ് തികച്ചു വേണ്ട. അതിനാൽ തന്നെ ഗിരിവലപാതയിൽ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തരുമുണ്ട്. നന്ദവനത്തിനകത്ത് തന്നെ ഗണപതി ഭഗവാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന കരുവറയ്ക്ക് മുന്നിലായി അരുണഗിരിനാഥരുടെ പ്രതിഷ്ഠ. പ്രധാന വാതിലിൽ സുകേശൻ, സുമുഖൻ എന്നീ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീമുരുകൻ കന്ദസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ പത്നിമാരായ വള്ളിദേവിയാനി സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. സാധാരണഗതിയിൽ പ്രതിഷ്ഠയുടെ കാലടികളിലാണ് യന്ത്രങ്ങൾ പതിച്ചിരിക്കുക. എന്നാൽ ഇവിടെ പീഠത്തിൽ തന്നെ യന്ത്രങ്ങൾ പതിച്ചിരിക്കുന്നു. സ്വാമി യന്ത്രരൂപത്തിൽ കുടികൊള്ളുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. തിരുപ്പതി പോലെ നിത്യ കല്യാണ കോലത്തിലാണ് ശ്രീമുരുകൻ ഇവിടെ. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചാൽ ദീർഘദാമ്പത്യം എന്ന വിശ്വാസത്താൽ ധാരാളം വിവാഹങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതല്ലാതെ ചൊവ്വാദോഷ പരിഹാര സ്ഥലമായും ഈ ക്ഷേത്രം വിളങ്ങുന്നു. ഇവിടെ നിന്ന് തരുന്ന മിളക് തീർത്ഥം സേവിച്ചാൽ സന്താന ഭാഗ്യം എന്നും പറയപ്പെടുന്നു. ക്ഷേത്രവൃക്ഷം വക്കനെ മരം. ക്ഷേത്രതീർത്ഥം നൊയ്യലാറ്. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ത്രിശതി വഴിപാടും കന്ദഷഷ്ടി, തൈപ്പൂയം, മാസം തോറുമുള്ള കാർത്തിക നക്ഷത്രം, പങ്കുനി ഉത്രം എന്നിങ്ങനെ സാധാരണ മുരുകക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങളും രഥോത്സവവും ഇവിടെയും അനുഷ്ഠിക്കുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കൊങ്കണഗിരി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ, തിരുപ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 5 കിലോമീറ്റർ, തിരുപ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ, കോയമ്പത്തൂരിൽ നിന്നും 52 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുപ്പൂർ 3 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.